ഈ ഇന്ത്യ മഹാരാജ്യത്ത് 3 തവണ അടുപ്പിച്ച് പ്രധാനമന്ത്രിയായി ആ പദം അലങ്കരിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി. എന്നാൽ നരേന്ദ്രമോദിക്കെതിരെ ആദ്യഘട്ടം മുതൽ ഇന്നുവരെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹത്തിന് പൊതുമധ്യത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഭയമാണ് എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ ചോദ്യശരത്തിന് മുൻപിൽ ഒരു മിണ്ടാപ്പൂച്ചയെ പോലെ നിൽക്കുവാൻ ഭയമായതുകൊണ്ട് മാധ്യമങ്ങളെ കാണുകയോ അവരിലൂടെ ജനങ്ങളോട് സംവദിക്കുകയോ ജനങ്ങളുടെയോ മാധ്യമപ്രവർത്തകരുടെയോ ചോദ്യത്തിന് മറുപടി നൽകുവാനോ കഴിയാത്ത തരത്തിലേക്ക് ഒരു ഭീരുവാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന കോൺഗ്രസ് അടക്കമുള്ള BJPക്കെതിരായി നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെല്ലാവരും ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കൂടാതെ രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് മറ്റ് രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തി തിരികെ വരുമ്പോഴും രാജ്യത്തൊരു പ്രശ്നമുണ്ടാകുമ്പോഴും ജനങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കുമൊക്കെ കൃത്യമായി മാധ്യമങ്ങളുടെ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നത് കണക്ക് നിരത്തിക്കൊണ്ടാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പലപ്പോഴും നരേന്ദ്രമോദിക്കെതിരെ ഈ ഉദാഹരണപരമായ താരതമ്യപരമായ ആരോപണം ഉയർത്തുന്നത്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ആരോപണത്തിന് മറ്റൊരു തരത്തിൽ കൂടി പുതിയ മാനം നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്. നരേന്ദ്രമോദിക്ക് മാധ്യമങ്ങളെ മാത്രം കാണുന്നതിലേ ഭയമുള്ളൂ. അതായത് ഇങ്ങോട്ട് ചോദ്യം വരുന്ന തരത്തിലേക്കുള്ള സംവാദങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഭയമുള്ളത്. പഠിച്ച പ്രോംപ്റ്ററിലൂടെ എല്ലാം അങ്ങോട്ട് പറയുന്ന രീതിയോ അതല്ല എങ്കിൽ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കില്ല എന്നുറപ്പുള്ള പരിപാടികളിൽ മാത്രം പോയി പങ്കെടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കമൊക്കെ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു പുത്തൻ ആരോപണം ഉയർത്തിവിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമീപകാല പോഡ്കാസ്റ്റിനെ കുറിച്ച് കടുത്ത ആക്രമണം അഴിച്ചുവിട്ടിരുന്നു കോൺഗ്രസ്. കാപട്യത്തിന് പരിധിയില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും ജനറൽ സെക്രട്ടറിയുമായ ജയറാം രമേശ് പറയുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി മോദി എപ്പോഴും പത്രസമ്മേളനങ്ങൾ നടത്തുന്നത് ഒഴിവാക്കുന്നുണ്ടെന്നും എന്നാൽ ഒരു അമേരിക്കൻ പോഡ്കാസ്റ്റിന് മുന്നിൽ സുഖമായി 3 മണിക്കൂറിലധികം സംസാരിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രശസ്ത അമേരിക്കൻ പോഡ്കാസ്റ്ററും കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനുമായ ലെക്സ് ഫ്രിഡ്മാനുമൊത്തുമുള്ള ഈ പോഡ്കാസ്റ്റിൽ വിദേശകാര്യം ഉൾപ്പെടെ നിരവധി പ്രധാന വിഷയങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി തുറന്ന് സംസാരിച്ചിരുന്നു. തൻ്റെ ജീവിതയാത്രയുടെ വിവിധ വശങ്ങളും അദ്ദേഹം പങ്കുവച്ചു. ഒരു കാലത്ത് പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളെ നേരിടാൻ ഭയപ്പെട്ടിരുന്ന വ്യക്തിക്ക് ഒരു വിദേശ പോഡ്കാസ്റ്റിൻ്റെ മുന്നിൽ ഇരിക്കാൻ ഇപ്പോൾ സുഖം തോന്നുന്നു എന്ന് ജയറാം രമേശ് തൻ്റെ പ്രതികരണത്തിൽ പറഞ്ഞു. തൻ്റെ സർക്കാരിനെ ഉത്തരവാദിത്തപ്പെടുത്തുന്ന സ്ഥാപനങ്ങളെ മോദി ദുർബലപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. മോദി തൻ്റെ വിമർശകരെ ലക്ഷ്യം വയ്ക്കുന്നതും അവർക്കെതിരെ പ്രതികാര മനോഭാവത്തോടെ നടപടിയെടുക്കുന്നതും പതിവാണെന്ന് രമേശ് പറഞ്ഞു. ജനാധിപത്യത്തിൽ ഉത്തരവാദിത്വം ഉറപ്പാക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും മോദി സർക്കാർ ആസൂത്രിതമായി ഇല്ലാതെയാക്കിയിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. വിമർശനങ്ങൾ ജനാധിപത്യത്തിൻ്റെ ആത്മാവാണെന്ന് പ്രധാനമന്ത്രി പറയുന്നത് വളരെ വിരോധാഭാസമാണെന്നും വിമർശകരെ അടിച്ചമർത്തുന്നതിൽ അദ്ദേഹം ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്നും ജയറാം രമേശ് പറഞ്ഞു. എന്തായാലും മോദിക്കെതിരായുള്ള പല കാലങ്ങളായുള്ള ആരോപണങ്ങളുടെ പുതിയൊരു തലമാണ് ഇപ്പോൾ പോഡ്കാസ്റ്റിന് മുൻപിൽ സുഖകരമായിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് രാജ്യത്തിൻ്റേത് എന്നത്. ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ മുൻപോട്ട് ചലിപ്പിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും തന്ത്രപരമായി ഒതുക്കി തീർക്കുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കം നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകുന്നുണ്ട് എന്ന വാദം ശക്തമായ രീതിയിൽ ജയറാം രമേശ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെന്ത് മറുപടിയാണ് ഇനി നരേന്ദ്രമോദി നൽകുവാൻ പോകുന്നത് എന്നുകൂടി കണ്ടറിയേണ്ടതായുണ്ട്. കണക്കുകളിൽ ഒരു കാര്യം വ്യക്തമാണ്. രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് നടത്തിയ അത്രയും പത്രസമ്മേളനങ്ങളൊന്നും നരേന്ദ്രമോദി നടത്തിയിട്ടില്ല. എങ്കിലും 3 തവണ അടുപ്പിച്ച ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി അദ്ദേഹം കടന്നു വന്നപ്പോഴും 15 വർഷത്തിനിടെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ മുഖം കൊടുത്തത് വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമാണ്.